ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഫേസ്ബുക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഫീച്ചർ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഫീച്ചർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ സ്ക്രീൻ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതുവഴി നമുക്ക് മറ്റൊരാളുടെ ഫോണിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് ലൈവായിട്ട് കാണാനും സാധിക്കും. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു ഫീച്ചർ ഉള്ളത് ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചറിലാണ്. സോ നമുക്ക് ആർക്കാണോ സ്ക്രീൻ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് ആ ആളെ നമുക്ക് മെസ്സഞ്ചറിൽ ഫസ്റ്റ് വീഡിയോ കോൾ ചെയ്യാം. വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആൾ വീഡിയോ കോൾ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ വീഡിയോ കോളിൻ്റെ ആ ഒരു സ്ക്രീനിൽ തന്നെ നമുക്ക് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും. അത് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഷെയർ യുവർ സ്ക്രീൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ട് ബ്രോഡ്കാസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ ഇപ്പോൾ തൊട്ടിട്ട് നിങ്ങളുടെ സ്ക്രീൻ മറ്റേ ആളുടെ ഫോണിലോട്ട് ഷെയർ ആയിട്ടുണ്ടായിരിക്കും. സോ ഇതുവഴി നമ്മുടെ ഫോണിലുള്ള എന്ത് മെസ്സേജസ് ആയാലും നോട്ടിഫിക്കേഷൻസ് ആയാലും നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും തന്നെ മറ്റേ ആൾക്ക് ലൈവായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഫീച്ചർ എല്ലാ ഫോണിലും തന്നെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെസ്സഞ്ചർ ഒന്നും കൂടെ ലേറ്റസ്റ്റ് വേർഷനിലോട്ട് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ഈ ഒരു ഫീച്ചർ നമുക്ക് ആൻഡ്രോയിഡിലും iOS-ലും അവൈലബിൾ ആണ്. നമുക്കൊരു 8 പേരെ വരെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് പീപ്പിൾ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഈ 8 പേർക്ക് വരെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീൻ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നമുക്ക് മെസ്സഞ്ചർ റൂംസ് ആണെന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈം 16 പേർക്ക് വരെ സ്ക്രീൻ ഷെയർ ചെയ്യാനായിട്ട് പറ്റും. മെസ്സഞ്ചർ റൂംസിൽ ഒരു 50 പേർക്ക് വരെ സ്ക്രീൻ ഷെയർ ചെയ്ത് കൊടുക്കാവുന്ന രീതിയിൽ ഒരു അപ്ഡേറ്റ് അടുത്ത് തന്നെ വരും എന്നാണ് പറയണത്. സോ നമുക്ക് ഈ ഫീച്ചർ വെച്ചിട്ട് 50 പേർക്ക് വരെ സ്ക്രീൻ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ മെസ്സഞ്ചർ റൂം ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് ആർക്കൊക്കെ സ്ക്രീൻ ഷെയർ ചെയ്യണം എന്നുള്ള പെർമിഷൻ സെറ്റ് ചെയ്യാനും പറ്റും. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗണിൻ്റെ ഒക്കെ ഒരു ടൈമിൽ ഓൺലൈൻ ക്ലാസ്സുകൾക്കും ഓൺലൈൻ മീറ്റിങ്ങുകൾക്കും ഒക്കെ ഈ ഒരു ഫീച്ചർ കുറച്ചും കൂടി ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.